ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് നമ്മൾ ഊബർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോമാണ് കേരള സവാരി. കേരള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ് കേരള സവാരി. സീറോ കമ്മീഷൻ ആണ്. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെ ഡ്രൈവറെ സംബന്ധിച്ചുള്ള ഹറാസ്മെന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെയാണ്. ഗവൺമെന്റ് അതോറിറ്റി നേരിട്ടാണ്. അവരുടെ കമ്മീഷൻ ദിനം പ്രതി കൂട്ടുകയും ഡ്രൈവറുടെ വരുമാനം കുറയ്ക്കുകയും കൂടുതൽ ആളെ പിടിക്കുകയും ചെയ്യുന്ന വഴി കമ്പനി തടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സവാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ലോക്കൽ പ്ലേസ് ആണെങ്കിൽ പോലും അവിടുത്തെ സ്റ്റാൻഡിലെ ഒരു വണ്ടിക്കാരൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ ആപ്പിൽ റൈഡ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈഡ് റിക്വസ്റ്റ് ഈ വണ്ടിക്കാരന് കിട്ടുകയും അയാൾ നിങ്ങളെ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഇന്ന് ക്ഷണിക്കുന്നത് കേരള സവാരി എന്ന ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. എന്താണ് ഈ കേരള സവാരി? കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു ഓട്ടോ, കാർ, ടാക്സി സർവീസാണ്. അതും കമ്മീഷൻ ഇല്ലാതെ. വൻകിട കുത്തകളുടെ ഈ ടാക്സി മേഖലകളിൽ, അതായത് ഊബർ പോലുള്ള കമ്പനികളുടെ ടാക്സി മേഖലകളിലേക്ക് സർക്കാരിൻ്റെ ഒരു പ്രവേശനമാണ് ഇത്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് ഈ വണ്ടി പിടിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് കേരള സവാരിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമ്മൾ കയറുന്നു. അതിനകത്ത് നമുക്ക് പോവേണ്ട സ്ഥലം എവിടെയാണെന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ റോഡ് കാലിക്കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മഹാറാണിയുടെ ഹോട്ടൽ മഹാറാണിയുടെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ഇതൊക്കെ എത്തിക്കഴിഞ്ഞു. എനിക്ക് പോകേണ്ട സ്ഥലവും ഞാൻ നിൽക്കുന്ന സ്ഥലവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് 4 ഓപ്ഷനാണ് ഇതിനകത്ത് 5 ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഒരു SUV ഉണ്ട്, 220 രൂപയാവും. ഓട്ടോറിക്ഷയ്ക്ക് 50 രൂപയാണ്. ടച്ച് ബാക്ക് വണ്ടിക്ക് 170, പ്രീമിയം സെഡാന് 200, പിന്നെ മറ്റ് ഉള്ള ഓപ്ഷൻ തരുന്നുണ്ട് 50, 220 ഇല്ലേ. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ആദ്യം കണ്ട 4 ഓപ്ഷൻ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഹാച്ച് ബാക്ക് എടുക്കുന്നു. 170 ആണ് ഞാൻ പറയുന്ന റേറ്റ്. അപ്പോൾ തന്നെ ഇത് ഡ്രൈവറുടെ ഫോണിൽ റിസീവ് ചെയ്യപ്പെട്ടു. ഞാൻ ബുക്ക് ചെയ്ത വണ്ടി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ OTP നമ്പറുണ്ട്, വണ്ടിയുടെ ടൈപ്പ് ഉണ്ട്, മാരുതി വാഗനാറാണ്, അതിൻ്റെ നമ്പറുണ്ട്. ഒപ്പം അതിൻ്റെ ഡ്രൈവറുടെ പേര് ഉൾപ്പെടെയുണ്ട്. നഈം അലി എന്നാണ് പേര്. 170 രൂപയാണ് ഞാൻ വിളിച്ച വണ്ടിക്ക് ചാർജ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടി എത്തിക്കഴിഞ്ഞ് ഈ വണ്ടിയിൽ യാത്ര ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൽവേയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. എൻ്റെ പിൻ നമ്പർ 3708 ആണ്. ഓക്കെ, നമ്മൾ യാത്ര ആരംഭിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നാണ് കാണിക്കുന്നത് അല്ലേ. വേറെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇത് കേരള സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിലാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ്. ഓക്കെ, മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മറ്റ് പ്രൈവറ്റ് ആപ്പിനോ പോലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു സേഫ്റ്റി പ്രശ്നങ്ങൾ, സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡ്രൈവറെ സംബന്ധിച്ചുള്ള ഹറാസ്മെന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെയാണ്. ഗവൺമെന്റ് അതോറിറ്റി നേരിട്ടാണ്. ഓക്കെ, അത് മറ്റേ ഒരു പരാതിയായിട്ട് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയുടെ കാര്യത്തിൽ പരാതിയൊക്കെ എഴുതി പോകേണ്ട കാര്യമില്ല. ഇത് ഇനി കുറച്ചും കൂടി മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പോൾ ആപ്പ് ആയിട്ട് ലിങ്ക് ആവും പോലീസിന്റെ. അപ്പൊ നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം പോലീസിന് ലഭിക്കും. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ SOS വരുന്ന സമയത്ത് പോലീസിന് ആ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് മാറും. അതുപോലെ ഒരുപാട് മുന്നോട്ട് പല കാര്യങ്ങളും വിഭാവനം ചെയ്യുന്നുണ്ട്. ട്രെയിൻ ആയിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിന് വന്ന് ഇറങ്ങുമ്പം ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കേരള സവാരിയുടെ ഒരു ക്യാബും കൂടി ഇൻക്ലൂഡ് ഒറ്റ ബില്ലിംഗിൽ തന്നെ തീർക്കാം. ഡ്രൈവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ട്രെയിൻ എത്തുന്ന ആ സമയത്ത് ഡ്രൈവർ ഉണ്ടാവും. അതെ അതെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള കൂടുതൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം വരികയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എല്ലാ തരത്തിലും ആളുകൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ സർക്കാരിന്റെ ഒരു ഇനിഷ്യേറ്റീവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. കാരണം ഈ മേഖലയിൽ പ്രൈവറ്റ് കമ്പനികളുടെ ചൂഷണം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ്. അതുപോലെ അവര് തീരെ നിയമം അനുസരിക്കാൻ തയ്യാറില്ല. ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളോ അതിന്റെ നിയമങ്ങളോ ഒന്നും അവര് പല പ്രൈവറ്റ് കമ്പനികളും പാലിക്കാൻ അവർ തയ്യാറല്ല. അവരതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റാപ്പിഡോ, ബൈക്ക് ടാക്സി ഒക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ അതെ, ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സി പെർമിറ്റ് ഉള്ള വാഹനത്തിന് മാത്രമേ നമ്മളെ നിയമപ്രകാരം അവർക്ക് ഓടാൻ അനുവാദം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പം തമിഴ്നാട് വാഹനങ്ങൾ വരെ ഇവിടെ വന്നിട്ട് റാപ്പിഡോയിൽ കയറി ഓടുകയാണ്. അപ്പൊ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, അതിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞാൽ നോർമലി നമ്മൾ കാര്യമൊന്നും ഉപരിയായി എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്?
അതില് ആപ്പിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നേരിട്ട് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒക്കെയാണ്. അപ്പൊ നടപടി പ്രൈവറ്റ് കമ്പനി എടുക്കുന്ന പോലെ ആപ്പ് ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് ഡ്രൈവറെ മാറ്റി നിർത്തുന്ന പോലുള്ള നടപടി അല്ല, നിയമ നടപടിയിലേക്ക് തന്നെ കടക്കും. തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യപ്പെടും. അത് പോലീസിനും മോട്ടോർ വകുപ്പിനും പോകും. അപ്പം നമ്മുടെ വാഹനത്തെ സംബന്ധിച്ച് ഡ്രൈവറെ സംബന്ധിച്ചുള്ള നിയമം അനുശാസിക്കുന്ന നടപടിയായിരിക്കും മുന്നോട്ടുണ്ടാവുക. അല്ലാതെ ഒരു പ്രൈവറ്റ് ആപ്പ് വിഭാവനം ചെയ്യുന്ന പോലെ ഞങ്ങൾ ഡ്രൈവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു മെയിൽ അയച്ച് അതിൽ തൽക്കാലത്തേക്ക് മാറ്റി വരുന്ന പരിപാടിയൊന്നുമല്ല. അതെ, ഒരു 7 ദിവസത്തേക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് പരിപാടി. കാരണം അവർക്ക് ഡ്രൈവറെ ആവശ്യമാണ്. ഈ ചെറിയ പൈസക്ക് ഓടാൻ ഡ്രൈവറെ അവർക്ക് ആവശ്യം. അവർക്ക് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഓടുന്ന ഡ്രൈവർമാർ പൊതുവെ നല്ല ആളുകളായിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഈ മേഖലയിലേക്ക് മാറിയ ആൾക്കാരായിരിക്കും പൊതുവെ ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ റൈഡ് അവസാനിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് നമ്മൾ ഊബർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്ലാറ്റ്ഫോമാണ് കേരള സവാരി, അല്ലേ? ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് ഇതിനകത്ത് വെബ്സൈറ്റിൽ കണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ ഫ്രീ ഓട്ടോ കാർ ടാക്സി സർവീസ് എന്നാണ് കണ്ടത്. അല്ലേ? അപ്പം കമ്മീഷൻ ഇല്ലാതെ. അതെ. സാധാരണഗതിയിൽ ഊബർ ആണെങ്കിലും ഓല ആണെങ്കിലും ഏത് പ്രൈവറ്റ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഡ്രൈവറുടെ അടുത്ത് നിന്ന് ഒരു 25-30% കമ്മീഷൻ ഈടാക്കും. ഓരോ 100 രൂപയിലും നമ്മൾ ഓടുന്ന പൈസ. അല്ലെങ്കിൽ അവര് പാസ് വെക്കും, റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്ത് ഓടാൻ പറ്റുള്ളൂ. നമ്മൾ ഫോണിന്റെ ഒക്കെ മാതിരിയാണ്. അപ്പം അങ്ങനെ പാസ് വെക്കുന്നത് കൊണ്ട് ആ ഡ്രൈവർക്ക് യഥാർത്ഥത്തിൽ റൈഡർ കൊടുക്കുന്ന എമൗണ്ട് കിട്ടില്ല. അതിലും വളരെ കുറഞ്ഞ തുകയായിരിക്കും കിട്ടുന്നത്. പക്ഷെ കേരള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ് കേരള സവാരി. സീറോ കമ്മീഷൻ ആണ്. നിങ്ങൾ എത്ര പൈസയാണോ കൊടുക്കുന്നത് അത് മുഴുവനും ഡ്രൈവർക്ക് തന്നെ ലഭിക്കും. ഈ പ്ലാറ്റ്ഫോം ഗവൺമെന്റിന്റെ ആണ്. ഇത് ആദ്യം വന്നത് യാത്രി എന്നുള്ള കർണാടകയിലാണ്, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ യാത്രി തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ പേര് മാറി നമ്മൾ കേരള സവാരി എന്നാക്കി. ഇനിയിപ്പോ ഈ അടുത്ത് ഒന്നും കൂടി പേര് മാറുന്നുണ്ട്. ഈ സർക്കാർ ഒന്നും കൂടെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പേരൊന്നും കൂടെ മാറ്റി ഒന്നും കൂടെ വ്യാപിപ്പിക്കാനുള്ള, കേരളം മുഴുവൻ ഒട്ടാകെ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ഈ കർണാടകയിൽ യാത്രയിൽ കമ്മീഷൻ ഉണ്ടല്ലോ. കർണാടക യാത്ര കമ്മീഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ കമ്മീഷൻ ഇല്ല. അപ്പൊ കേരള ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ കേരള സവാരി ഏതൊരു വ്യക്തിക്കും അയാളുടെ ഫോണിൽ ഈ കേരള സവാരിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി കോൺടാക്ട് ചെയ്താൽ ഒരു ക്യാബ് കിട്ടും. അതെ. നമ്മൾ ഊബർ ആണെങ്കിലും ഓല ആണെങ്കിലും അതുപോലെ മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ റാപ്പിഡോ ആണെങ്കിലും ഒക്കെ അവർക്ക് ഒരു സിറ്റി കേന്ദ്രീകരിച്ചാണ് അവര് കൊടുക്കുക. അതെ, എറണാകുളം സിറ്റി, അല്ലെ കോഴിക്കോട് സിറ്റി, തൃശ്ശൂർ സിറ്റി, തിരുവനന്തപുരം സിറ്റി, അങ്ങനെ. ഈ കേരള സവാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ലോക്കൽ പ്ലേസ് ആണെങ്കിൽ പോലും അവിടുത്തെ സ്റ്റാൻഡിലെ ഒരു വണ്ടിക്കാരൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ ആപ്പിൽ റൈഡ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈഡ് റിക്വസ്റ്റ് ഈ വണ്ടിക്കാരന് കിട്ടുകയും അയാൾ നിങ്ങളെ വീട്ടിലേക്ക് വരികയും ചെയ്യും. സിറ്റിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ സിറ്റിയിലുള്ള വണ്ടി പുറത്തേക്ക് പോയാൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെയില്ല. എവിടെയൊക്കെ ഡ്രൈവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം സവാരി ഓൾ കേരള എല്ലാ സ്ഥലത്തും അവൈലബിൾ. ഉദാഹരണത്തിന് എനിക്കൊരു വണ്ടിയുണ്ട്, ടാക്സി വണ്ടിയുണ്ട്. എനിക്കത് ഞാൻ ഡൗൺലോഡ് ചെയ്താൽ ഞാനിതിന്റെ അംഗീകൃത റൈഡറായി കഴിഞ്ഞു. അതെ. നമ്മൾ ഡാറ്റ കൊടുക്കണം. വണ്ടീനെ സംബന്ധിച്ച് RC ബുക്ക്, ഇൻഷുറൻസ്, പെർമിറ്റ്, എല്ലാ കാര്യങ്ങളും അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഡ്രൈവറെ സംബന്ധിച്ച് അയാളെ ആധാർ കാർഡ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം കൊടുക്കണം. ഓതറൈസ് ചെയ്തതിന് ശേഷം നമുക്കത് ഓടാനുള്ള അവസരം കിട്ടും. ഏതൊരാൾക്കും നടക്കും. പ്രത്യേക ലൈസൻസിങ് ഫീസോ അങ്ങനെ ഒന്നും ഒരു ഫീസും ഇല്ല. പിന്നെ അതിന്റെ ഏറ്റവും വലിയ വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇപ്പം ഈ മൾട്ടിനാഷണൽ കമ്പനികൾ, വിദേശ കമ്പനികൾ ഇവിടെ വന്നിട്ട് ഈ ഡ്രൈവർമാർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ ഇവര് ലോൺ എടുത്തിട്ട് വണ്ടി വാങ്ങും. അപ്പൊ ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാവുന്ന ഒരു റേറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ വണ്ടികൾ അങ്ങനെ കുറെ പേര് തൊഴിലില്ലാത്ത ആൾക്കാരല്ലേ മറ്റു തൊഴിലിൽ നിന്നൊക്കെ ഇതിലേക്ക് വന്നിട്ട് ഇവര് വണ്ടി വാങ്ങി ഇതിങ്ങനെ ഓടാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ കമ്പനികൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഈ റേറ്റ് പതുക്കെ കുറയ്ക്കും. കസ്റ്റമർ ബേസ് അപ്പൊ കൂടുതൽ ഓട്ടോറിക്ഷനൊക്കെ ആയാലും കുറഞ്ഞ റേറ്റ് കാറിനാക്കും. ഇപ്പൊ പല സ്ഥലത്തുള്ള പ്രശ്നം ഓട്ടോയേക്കാളും കുറഞ്ഞ റേറ്റ് ആണ്. ഓട്ടോ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മീറ്റർ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആ റേറ്റിനേക്കാളും കൂടുതൽ ഉണ്ടാവും. ഊബർ വിളിക്കുന്നതിലും കൂടുതൽ ഉണ്ടാവും, അല്ലെ ഓലയിൽ കാണുന്നതിലും കൂടുതലുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഇതിലേക്ക് ആകർഷ്ടരാകും. സത്യത്തിൽ ഡ്രൈവർമാർ ചതിക്കപ്പെടുകയാണ്. ഇവർക്ക് അവകാശപ്പെട്ട, അവർക്ക് അർഹതപ്പെട്ട വരുമാനം ഇവർക്ക് ലഭിക്കുന്നില്ല. ഇവര് ഒരു ദിവസം 12 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യാൻ എന്ത് ചെയ്യാനാണ്? ഈ EMI അടയ്ക്കാനും അവരുടെ ഭക്ഷണ ചെലവിനും അവരുടെ കുടുംബത്തിലെ
ഓഫീസിലേക്കുള്ള ചെലവിനും വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരള സവാരി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അംഗീകൃത റേറ്റ്, ഗവൺമെന്റ് ഫെയർ റിവിഷൻ കമ്മിറ്റി നിശ്ചയിച്ച STIയുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിൽ നിശ്ചയിച്ച ഒരു റേറ്റ് ഉണ്ട്. അത് ഓട്ടോയ്ക്ക് ഇത്ര, കാറിന് ഇത്ര എന്നുള്ള റേറ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡ്രൈവർക്ക് കിട്ടുന്ന കാര്യം അവർ ഉറപ്പുവരും. ഓക്കെ, അത് ഡ്രൈവർക്ക് കൂടുതൽ വാങ്ങാനും ചോദിക്കാനും കഴിയില്ല. ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായി കിട്ടും. ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പോ അങ്ങോട്ട് റിട്ടേൺ ചാർജ് കിട്ടില്ലാത്ത സ്ഥലമാണ് സാറേ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നൊക്കെ മറ്റുള്ള ആപ്പിൽ പറയുന്ന പോലെ പറയേണ്ട ആവശ്യമില്ല. കാരണം റിട്ടേൺ ചാർജ് കിട്ടാത്ത സ്ഥലത്തേക്ക് ഔട്ട്സൈഡ് പോയി കഴിഞ്ഞാൽ ആ റിട്ടേൺ ചാർജ് അടക്കം സാധാരണ ടാക്സിക്ക് കിട്ടുന്ന പോലെ തന്നെയുള്ള ചാർജ് നമുക്ക് ആപ്പിൽ ഈടാക്കും. ആക്ച്വലി ഡ്രൈവേഴ്സിന് ഇതാണ് പ്രോഫിറ്റബിൾ. ഇതേ ഉള്ളൂ പ്രോഫിറ്റബിൾ. പ്രൈവറ്റ് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ കമ്മീഷൻ ദിനം പ്രതി കൂട്ടുകയും ഡ്രൈവറുടെ വരുമാനം കുറയ്ക്കുകയും കൂടുതൽ ആളെ പിടിക്കുകയും ചെയ്യുന്ന വഴി കമ്പനി തടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഡ്രൈവർമാരും റൈഡർമാരും ഒരുപോലെ ചീറ്റ് ചെയ്യാണ്. കാരണം ചാർജ് കുറച്ചിട്ട് ഡ്രൈവർമാർക്ക് ചാർജ് അവരുടെ ജോലി കൂടുകയും അതെ, മറ്റേ റൈഡർമാർ ഇത് കുറഞ്ഞല്ലോ എന്നുള്ളതില് അവരും അതിൽ അടിമകളാകുക. അതായി കഴിഞ്ഞാൽ പിന്നെ ഒരു മാനിപ്പുളി സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് മാറുമ്പോ പിന്നെ രണ്ടുപേരും അതിലോ തുല്യതായി. കുറഞ്ഞ വരുമാനം കൂടുതൽ ജോലിയാവും. അതെ, അപ്പൊ കേരള സവാരിന്റെ എന്താന്ന് വെച്ചാല് പിന്നെ ഡ്രൈവർക്കും ലാഭമാണ്, റൈഡർക്കും അതിന്റെ ഗുണമുണ്ട്. പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിൽ മറ്റുള്ള ഇതിനെക്കാട്ടും കൂടുതൽ സേഫ്റ്റിയാണ് ഇത് ചെയ്യുന്നത് കേരള സവാരി. ഗവൺമെന്റ് ഒരു ഒതന്റിസിറ്റി വരുന്നുണ്ട്. അതെ അതെ, ഗവൺമെന്റിന്റെ ആപ്പായതുകൊണ്ട് നല്ല സേഫ്റ്റിയാണ് കൊടുക്കുന്നത്. മറ്റുള്ള ആപ്പുകളൊന്നും അത്ര സേഫ്റ്റി കൊടുക്കണില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ചിലർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഒരു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്റെ ഫോണിലുണ്ട് ഒരു സവാരി ആപ്പ്, കസ്റ്റമർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ഞങ്ങളുടെ ഫോണിൽ ഡ്രൈവർ ആപ്പും വേണം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള റൈഡ് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്തുള്ള ഈ വണ്ടിയാണോ നിയറസ്റ്റ് ഉള്ള വണ്ടിക്ക് ഓട്ടോമാറ്റിക് അതിൽ കിട്ടും. അപ്പോൾ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടുമ്പോൾ തന്നെ ഇതിന്റെ റേറ്റും അറിയാൻ കഴിയും. എത്ര രൂപയാവും റേറ്റ് കാണിക്കും. അപ്പം ആ റേറ്റ് എനിക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഞാൻ വാങ്ങിയാൽ മതിയല്ലോ, റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാം. ഓരോ വണ്ടികളുണ്ട്, എക്സൽ ഉണ്ട്, അങ്ങനെ എല്ലാ കാറ്റഗറി വണ്ടികൾ അവൈലബിൾ. ഇതിപ്പോ ഹാച്ച് ബാക്ക് ആണ്. ഹാച്ച് ബാക്ക് വണ്ടിക്ക് ഒരു ചാർജ് ആണ്. സെഡാൻ ആണ്, നിങ്ങൾക്ക് ലഗേജോട് കൂടിയാ പോകേണ്ടതാണെങ്കിൽ സെഡാൻ വിളിക്കാം. ഇനി അതല്ല എക്സൽ എർട്ടിക ടൈപ്പ് വണ്ടികളില്ലേ, അങ്ങനത്തെ വണ്ടിയാണ് വേണ്ടത്. 7 സീറ്റർ ആണെങ്കിൽ അത്. ഇങ്ങനത്തെ ഈ 3 ടൈപ്പ് വണ്ടികൾ. പിന്നെ ഓട്ടോറിക്ഷയാണ്, ഓട്ടോറിക്ഷ ഉണ്ട്. ഈ വണ്ടികളെല്ലാം അവൈലബിൾ ആണ്. ഏത് വേണേലും നിങ്ങൾക്ക്. അപ്പൊ ഈ ഓട്ടോറിക്ഷ ആയാലും ഇത്തരം കാർ ആയാലും 7 സീറ്റർ ആയാലും അത് ലിസ്റ്റ് ചെയ്തു ഇങ്ങനെ. ആ ലിസ്റ്റ് അതിന്റെ ഓരോന്നിനും റേറ്റും കാണിക്കും. ആ റേറ്റും എന്റെ വണ്ടി ഏതാണ്, എനിക്ക് അതിനകത്ത് ഏതാണ് സ്വീകാര്യം, ആ വണ്ടി എനിക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്താൽ നിങ്ങൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾ അറിയിക്കുമല്ലോ ഇത്ര മിനിറ്റിനകത്ത്. ഊബർ പോലെ തന്നെ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ എത്തും. കേരളത്തിൽ എല്ലായിടത്തും ഇപ്പം ആയോ ഇത്? പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ആയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ടായിരിക്കുക. ആ ആപ്പിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ മറുഭാഗത്ത് അത് റിസീവ് ചെയ്യാൻ ഒരു ഡ്രൈവർ ഉണ്ടാവാം. അത് വാഹനം ഏതാണ്, ഏത് ടൈപ്പാണ്, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം വരെയുള്ള റേറ്റ് എത്രയാണ്, വാഹനത്തിൻ്റെ തരം അനുസരിച്ചുള്ള റേറ്റും അത് ഡിസ്പ്ലേ ആവും. കാറായാലും ഓട്ടോ ആയാലും. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ സുരക്ഷിതത്വമുള്ള കേരള സവാരിയിലേക്ക് ഓട്ടം മാറിയാൽ യാത്രക്കാരനും ഡ്രൈവേഴ്സിനും അത് വലിയ സഹായകമായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.